ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഇവരെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പാങ്കാലത്തെ 3 മണി 30-ാം തീയതി ഒരു 3 മണിയോളം സമയം വരും ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അശ്വിൻ ചേട്ടൻ എന്ന് അവർ സേവ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ്റെ ഫോണിലാണ് അവസാനം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്സ് കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അശ്വിൻ അവസാനം എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തരികയാണ് ചെയ്തത്. ഇവരിതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കലും കൂടെയാണ് ഞാൻ അതിനകത്ത് കാണിച്ചത്. കാര്യം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്നു, എന്തുണ്ടെങ്കിലും നാളെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുക, കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ 8 മന്ത്സിലോട്ടായി. ഇപ്പോൾ എനിക്ക് ഈ മന്തിന് ഡെലിവറി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല. വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്, പുള്ളിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഞാൻ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു. കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം എന്നുള്ളതേ ഉള്ളൂ, ഇതാ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ, ഒന്ന് മനസ്സൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോഴേ അവർ കോൺടാക്ട് ചെയ്ത് ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോ വെളിയിലോട്ട് വിട്ടത് വരെ. മേ ബി അവർ വിചാരിച്ചിട്ടും ഉണ്ടാവാം, ഞാൻ 2 തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗൻസ്റ്റ് വരും. ഈ പെണ്ണ് എന്താ ഗർഭിണിയായിട്ട് ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു. പക്ഷെ അത് ഓർക്കത്തെ മാനസികാവസ്ഥയാണ്. എന്നെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു. എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി എന്ന് വിളിച്ചു തരുന്നു. ഞാൻ അപ്പോഴും അവരോട് എന്നെ ചേച്ചി ഇനി വിളിച്ചു പോരുന്നു പറയുന്നുണ്ട്. കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം, ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഇവരെ അനിയത്തിയായിട്ട് പോലത്തൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ അതിൽ വിനിത എന്ന് പറയുന്നൊരു കുട്ടി ഒരു സ്റ്റാൻഡില്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ഒരു സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം, 5 സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി, എന്നാൽ അടുത്ത 2 സെക്കൻഡ് കഴിയുമ്പോൾ ദിയ, പിന്നെ പറയുന്നു അവൾ. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല. ആ 3 പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണും. നമ്മളായിട്ട് ആരെയും പറ്റി ഇനി പറയണ്ട, അവരെല്ലാം കാണിച്ചു കഴിഞ്ഞു, ലോകത്തും എല്ലാവരും കണ്ടില്ല. അത് മാത്രമല്ല, മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോലും ഞെട്ടിപ്പോയി. കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തിട്ടാലും 50-50 ആണ്. 50% ആൾക്കാർ നല്ലത് പറയും, 50% ആൾക്കാർ മോശം പറയും. ഇപ്പോൾ എന്ത് നല്ലത് ചെയ്താലും. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ്. അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നെ എന്നെക്കുറിച്ച് റോങ് ആയിട്ടിടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു. അതിൽ ഞാൻ കമൻറ്റും ചെയ്തിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ, പോലീസ് ആൻഡ് ദ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ്. ഐ എം റിയലി താങ്ക്ഫുൾ. കാരണം നിങ്ങൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. ഇല്ല. സ്വാഭാവികമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റുമെന്ന് അറിയോ, ഇതിലോട്ട് പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പിന്നെ ഈ പൈസ റിക്കവർ ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എന്തിനാ, പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത്, പകുതിയല്ല. കാരണം അന്ന് അവർ സംസാരിക്കുന്ന രീതി ഇവിടെ നിന്ന് അങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പൊ കാണുന്ന മുഖമല്ല അവരുടെ. അതെ. ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല. പൈസ പോകുന്ന പോട്ടെ, ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാണ് ഇവരെ, ഈ സമൂഹത്തിന്റെ തന്നെ അപകടമാണ്. മാത്രമല്ല, ഈ വാർത്തയ്ക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരാണെന്ന് പറയുന്നത് നിങ്ങൾക്കും വരുന്നുണ്ടാവും, ഞങ്ങൾക്കും മെസ്സേജ് വരുന്നു. സർവ്വ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് കിടക്കുന്നു, സർവ്വ സ്ഥാപനങ്ങളിലും. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലായിടത്തും കൊച്ചുകുട്ടികളാണ് ബിസിനസ് തുടങ്ങുന്നത്, വളരെ സൂക്ഷിക്കുക. കാരണം വെച്ചാൽ 3-4 തലമുറയായിട്ട് ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞുതരാം. ശ്രീ പോത്തൻ, അല്ല അശോക് പോത്തൻ എൻ്റെ ഫ്രണ്ടാണ്. അശോക് പോത്തൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, കൃഷ്ണകുമാറേ, ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ താനൊക്കെ ഇന്നലെ തുടങ്ങിയ ഒരു ബിസിനസ്സിലിടും, ഞങ്ങൾ ഇത്രയും പരിചയമുള്ളത്, തൻ്റെ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൺമുമ്പിലാണ് കോടികൾ പോയത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നമുക്ക് തുടർന്നും ഇതേ സഹായ സഹകരണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.